ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒന്ന് രണ്ട് ചെറിയ ചിന്തകളാണ്. അവൻ്റെ ആവാസത്തിൻ്റെ ദിനമാണ്. ആദിമസഭയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് നമ്മുടെ സഭയിൽ ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞ് നമ്മിൽ ഓരോരുത്തരും ദൈവാത്മാവ് നിറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ഒരു പൂർണ്ണമായ ഒരു മനുഷ്യനായി വളരുവാനായിട്ട് പറ്റുകയുള്ളൂ. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത്, ശ്രദ്ധിക്കണം, മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം തൻ്റെ ശ്വാസം റൂഹ, ഈ റൂഹായെ നമ്മിലേക്ക് നിശ്വസിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യൻ്റെ നാസാരന്ധ്രങ്ങളിൽ മൂക്കിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ചൈതന്യം ഊതി. ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ റൂഹ ഉള്ളിലുള്ള ഒരു മനുഷ്യനാണ് പെർഫെക്റ്റ് മാൻ. ശ്രദ്ധിക്കണേ, കാരണം ദൈവത്തിൻ്റെ കാറ്റ്, ചൈതന്യം, പ്രാണൻ, അത് ദൈവീക പ്രാണൻ. അതെന്ന് പറഞ്ഞാൽ പരിപൂർണമായ വിശുദ്ധി, പരിപൂർണമായ ജ്ഞാനം, പരിപൂർണമായ സ്നേഹം. ഇതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ് പൂർണ്ണമായ ജ്ഞാനമാണ്, പൂർണ്ണമായ സ്നേഹമാണ്. അതിനകത്ത് സ്വാർത്ഥതയില്ല, കലർപ്പില്ല. പൂർണ്ണമായ സ്നേഹം, പൂർണ്ണമായ ജ്ഞാനം, പൂർണ്ണമായ വിശുദ്ധി. ഇത് ഈ ദൈവത്തിൻ്റെ ജ്ഞാനം അഥവാ ചൈതന്യം ദൈവം മനുഷ്യനിലേക്ക് ഊതി. അപ്പം ഈ ശ്വാസം ഉള്ളിൽ ചെന്ന മനുഷ്യനാണ് പെർഫെക്റ്റ് മാൻ. അതുകൊണ്ടാണ് ആദാം പെർഫെക്റ്റ് മനുഷ്യനായിരുന്നു. ഏദൻ തോട്ടത്തിൽ ആദാം ദൈവത്തിൻ്റെ കൈ പിടിച്ച് നടന്നു എന്നൊക്കെ പറയുമ്പോൾ അവനിൽ ഒരു കളങ്കവുമില്ലായിരുന്നു. അവൻ ദൈവത്തോടൊപ്പം സ്വർഗത്തിലായിരുന്നു, പെർഫെക്റ്റ് മാൻ. പക്ഷേ ഈ കാറ്റ്, ഉള്ളിലെ റൂഹ നഷ്ടമായി പുറത്തെ കാറ്റ്, അശുദ്ധ കാറ്റ് അവൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് അവൻ ഏദനിൽ നിന്ന് പുറത്തായത്. അതിൻ്റെ പേരാണ് പാപം. അതായത് പുറത്തെ അശുദ്ധി, പുറത്തെ കാറ്റ് ഉള്ളിൽ കയറുകയും ഉള്ളിലുള്ള കാറ്റ്, ദൈവം തന്ന കാറ്റ് കെട്ടുപോവുകയും നിർവീര്യമാവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ പരിശുദ്ധ കാറ്റിനെ വിളിച്ച് പാടുന്നത്, അല്ലേ? പരിശുദ്ധ കാറ്റ് എന്നുള്ളൊരു പാട്ടുണ്ടോ? അതുപോലൊരു പാട്ട് പരിശുദ്ധാത്മാവിൻ്റെ, അല്ലേ? എന്ന് പറഞ്ഞാൽ ആവി, റൂഹുദിശ എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ചൈതന്യമേ. 4 പേര് പാടിയല്ലോ ജോണേ. ആ റൂഹ എന്നിൽ നിറയണമേ, ആ പരിശുദ്ധ ചൈതന്യം എന്നിലൊന്ന് നിറയണമേ. ഒന്ന് ചേർന്ന് ഉറക്കെന്ന് പാടി കർത്താവിൻ്റെ എൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് അന്ന് ദൈവം തന്ന ചൈതന്യം, മാമോദീസായിൽ എനിക്ക് തന്ന ആ ചൈതന്യം, തന്ന ആ ചൈതന്യം എൻ്റെ ഹൃദയത്തിൽ നിറയണം, ആത്മാവിൽ നിറയണമേ എന്നൊന്ന് പാടി പ്രാർത്ഥിക്കാമോ? റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. ഏലിയായിൽ നിറഞ്ഞാൻമാവേ, ഏലീശായിൽ നിറഞ്ഞാൻമാവേ, ഏലിയായിൽ നിറഞ്ഞാൻമാവേ, ഏലീശായിൽ നിറഞ്ഞാൻമാവേ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ശക്തി എന്നതിനേക്കാൾ ഉപരി ഒരു ശക്തിയുടെ പ്രത്യേകത, ഇപ്പോൾ കരണ്ട് ഒരു ശക്തിയാണ്. പരിശുദ്ധാത്മാവ് കരണ്ട് അടിച്ചിട്ട് പോകുന്നു, അതുപോലെയൊക്കെ കരുതുന്ന ആളുകളുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ കരണ്ട് പോലെ ഒരു ശക്തിയാണെന്ന് കരുതുമ്പോൾ അത് ഒരു ഇംപേഴ്സണലായിട്ടുള്ള ഒരു ശക്തി എന്ന് പറഞ്ഞാൽ വ്യക്തിബന്ധമില്ലാത്ത ഒരു ശക്തി. അതിനകത്ത് ഒരു വ്യക്തിയുടെ സ്നേഹമോ കരുതലോ സ്വാതന്ത്ര്യമോ നന്മയോ ഒന്നുമില്ലാത്ത ഒരു ശക്തി. പരിശുദ്ധാത്മാവ് ഒന്ന്
പരിശുദ്ധാത്മാവ്. ഇങ്ങനെയൊക്കെ ഒരു അനുഭവം. അതല്ല ബൈബിൾ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് 2 കൊറിന്തോസ് 13-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മൾ ആശീർവാദം നൽകി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും. വായിച്ചേ, ബൈബിൾ വചനമാണ് 2 കൊറിന്തോസ് 13:13. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കുർബാനയിൽ നമ്മൾ അതാണ് പ്രാർത്ഥിക്കുന്നത്, സഹവാസം. പരിശുദ്ധാത്മാവിന് നമ്മുടെ കൂടെ വസിക്കുന്ന ഒരാളാണ്. നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവ് വസിക്കും. നമ്മുടെ കൂടെ കഴിയുന്ന ഒരാളാണ് പരിശുദ്ധ. അപ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നത് അതൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഈ ഒരു ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയായിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നാം കാണേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ പാരക്കലീത്ത എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ്, സഹായകൻ, വക്കീൽ, എനിക്ക് വേണ്ടി വാദിക്കുന്നവൻ. ഗ്രീസിലൊക്കെ പോകുമ്പോഴും ഇന്നും വക്കീലന്മാരെ വിളിക്കുന്ന പേര് പാറക്കലീത്ത എന്നാണ്. അവിടുത്തെ അഡ്വക്കേറ്റ്സിനെ വിളിക്കുന്നത് പാറക്കലീത്ത എന്നാ വാക്ക. എന്ന് പറഞ്ഞാൽ കർത്താവ് തന്ന സഹായകനായി എനിക്ക് വേണ്ടി വാദിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായി, എനിക്കൊരു കാര്യം നടത്താൻ പറ്റുന്നില്ല, എനിക്ക് നീതി നടത്തി കിട്ടുന്നില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ദൗർബല്യമുണ്ട്, ഒരു കുറവുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി ദൈവത്തോട് വാദിക്കും. കാരണം യേശുക്രിസ്തുവിൻ്റെ മുറിവ് വെച്ച് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം വരിക്കും. ആ തീരുമാനമെടുക്കാനുള്ള കഴിവിൻ്റെ പേരാണ് ഇച്ഛാശക്തി. അപ്പോൾ 3 കാര്യങ്ങളാണ് ഒരു വ്യക്തിക്ക് ഉള്ളത്. എന്തൊക്കെയാ? നിങ്ങൾ ഇവിടെ ഒന്നും അല്ലെന്നാ തോന്നുന്നു. എന്തൊക്കെയാ? യുക്തി, 2 വികാരങ്ങൾ, 3 ഇച്ഛാശക്തി. ഇത് 3ഉള്ള ആളാണ് ആര്? ഒരു വ്യക്തി. ബൈബിളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് 3 കാര്യങ്ങളും പറയുന്നത് നമുക്ക് വായിച്ചു കേൾക്കാം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് 1 കൊറിന്തോസ് 2-ാം അധ്യായം 10-ാം വാക്യം. യുക്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമുക്ക് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ കണക്കായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത് ബൈബിൾ. 1 കൊറിന്തോസ് 2-ന്റെ 10-ാം വാക്യം. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. പരിശുദ്ധാത്മാവിന്റെ ഒരു രീതിയാണ്, ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്ന ആളാണ് ആര്? പരിശുദ്ധാത്മാവ്. എന്ന് പറഞ്ഞാൽ യുക്തി വിചാരം നടത്തുന്ന, എനിക്ക് നന്മയായിട്ടുള്ളത് ഏതാണ്, എനിക്ക് തിന്മയായിട്ടുള്ളത് ഏതാണ്. എൻ്റെ അടുത്ത് ഓരോരുത്തർ വന്ന് ചോദിക്കും, പ്രാർത്ഥിക്കുന്നുണ്ട്, അച്ഛാ ഇന്ന കാര്യം ചെയ്യുന്നത് നല്ലതാണോ അച്ഛാ ഒന്ന് പറയണേ. ഞാൻ അവരോട് പറയും, കേട്ടിടത്തുള്ളത് നല്ലതാണെന്ന് തോന്നുന്നു, പക്ഷേ ഇത് നല്ലതാണോ എന്ന് ദൈവത്തോട് നിങ്ങൾ തന്നെ ആലോചന ചോദിക്കണം. ഞാൻ പ്രാർത്ഥിച്ചോളാം, നിങ്ങൾ പക്ഷെ ആലോചന ചോദിക്കണം. അതിൻ്റെ ഗുണം എന്താണെന്നറിയാമോ? നമ്മളൊരു 10 ദിവസം അല്ലെങ്കിൽ നമ്മളൊരു 3 ദിവസമെങ്കിലും പ്രാർത്ഥനാ വിഷയമാക്കി ഇത് വെച്ച് ഒരു കുർബാനയിലൊക്കെ അർപ്പിച്ച്, ഇത് എൻ്റെ കുഞ്ഞിനെ ഈ കോളേജിൽ വിടണോ, ഈ കോഴ്സിന് പഠിപ്പിക്കണോ, ഈ ജോലിക്ക് പോകണോ, അല്ലെങ്കിൽ ഈ ആശുപത്രി തിരഞ്ഞെടുക്കണോ, ഇങ്ങനെയൊക്കെ പോകുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ എന്താ ഗുണമെന്നറിയാമോ? പ്രാർത്ഥിച്ചു എന്നൊരൊറ്റ കാരണത്താൽ, വിശ്വസിക്കണം, പ്രാർത്ഥിച്ചു എന്നൊരൊറ്റ കാരണത്താൽ ആ വിഷയത്തിൻ്റെ മേലുള്ള തട്ടുകേട് ദൈവം തട്ടിക്കളയും. അത് നമുക്ക് ഉതകുന്നതല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തെ അനുവദിക്കുകയില്ല. അത് നമുക്ക് ഉതകുന്നതാണെങ്കിൽ അത് നടന്നിരിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, നമ്മൾ കർത്താവിനോട് ആലോചന ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? ബൈബിൾ പറയുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി യുക്തി വിചാരം നടത്തുമെന്നാണ് നമ്മൾ കേട്ടത്. യുക്തി വിചാരം നടത്തിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ
ദൈവത്തോട് ആലോചന ചോദിച്ച് നമുക്ക് ഗുണകരമായത് ദൈവത്തിൻ്റെ ആത്മാവ് ആ രഹസ്യങ്ങൾ, നിഗൂഢ രഹസ്യങ്ങൾ പോലും, ദൈവത്തിന്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തി നമുക്ക് രാമചന്ദ്രൻ ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ദൈവം പരിശുദ്ധാത്മാവ് മുഖേന എല്ലാം വെളിപ്പെടുത്തി തരും. ഇത് ശരിയാണോ, നന്മയാണോ, നല്ലതാണോ, അതോ ഇതോടുകൂടി നമ്മുടെ കടപൂട്ടേണ്ടി വരുമോ? ഇത് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ഒരു യുക്തിവിചാരം നടത്തുന്ന ആളായിട്ട് ബൈബിൾ പറയും. ഇനി വേറൊരു വചനം ബൈബിൾ പറയുന്നത്, പ്രത്യേകം ഈ വികാരമുള്ള ആളാണ് പരിശുദ്ധാത്മാവ്. ഒരു വ്യക്തിക്കാണ് വികാരം. നമുക്കറിയാം, ഒരാളെ നമ്മൾ കളിയാക്കി, ആളിൻ്റെ പിന്നെ മുഖം എങ്ങനെ ഇരിക്കും? ചിരിച്ചോണ്ടിരിക്കുമോ? പിന്നെ ദേഷ്യമായിരിക്കും. വികാരമുള്ള ആളാണ് മനുഷ്യർ. ഇതുപോലെ പരിശുദ്ധാത്മാവിനും സങ്കടം വരും, കരയും. പരിശുദ്ധാത്മാവ് ചിരിക്കും, സ്നേഹിക്കും. ഇതൊക്കെ ബൈബിൾ പറയുന്നുണ്ട്. നമുക്ക് 1-2 വചനങ്ങൾ കാണാം. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. റോമർ 15-30 സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും ആത്മാവിന്റെ സ്നേഹത്തിന്റെയും പേരിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പൗലോസ്ലീഹ പറയാണ്, എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും ആത്മാവിന്റെ സ്നേഹത്തിന്റെയും പേരിൽ, ആത്മാവിന്റെ സ്നേഹത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ഒരു വികാരമാണ് എന്ത്? സ്നേഹം. സ്നേഹിക്കും എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടുത്ത് വസിക്കുന്ന, നമ്മുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നമ്മളെ ആര് സ്നേഹിക്കാനില്ല, എന്നെ ആർക്കും വേണ്ടെന്നൊക്കെ കരുതുന്നവർ ചിന്തിച്ചോണം, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ സ്നേഹത്തിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ആത്മാവിന്റെ സ്നേഹത്തിന്റെ പേരിൽ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് സ്നേഹം എന്നൊരു വികാരമുള്ള വ്യക്തിയാണ്. വീണ്ടും എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-30 വാക്യം. എഫേസ്യർ 4-30 വാക്യത്തിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു വികാരം. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഒന്നുകൂടെ വായിച്ചത്. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ എന്ന് പറഞ്ഞാൽ, മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ ഒരു മുദ്ര ഇടുന്നുണ്ട്. ഈ മുദ്ര, അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മാമോദീസ, ഈ മുദ്ര ദൈവത്തിന്റെ ആത്മാവ് ഇട്ടത്. ഇതൊരിക്കലും മാഞ്ഞു പോകാത്തൊരു മുദ്രയാണ്. ആർക്കും മായ്ച്ചു കളയാത്ത പറ്റാത്തൊരു മുദ്രയാണ്. അതാണ് ദൈവത്തിന്റെ ആത്മാവിടുന്ന മുദ്ര. പഴയ നിയമത്തിൽ ഇത് പരിച്ഛേദനമായിരുന്നു, ഇത് ശരീരത്തിലായിരുന്നു. അഗ്രചർമ്മം ഛേദിച്ച് അങ്ങനെ ഒരു ശരീരത്തിലായിരുന്നു ആ മുദ്ര അടയാളമിട്ടിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ ആ ശരീരത്തിന്റെ പരിച്ഛേദനമല്ല, പരിശുദ്ധാത്മാവ് ആത്മാവിൽ എല്ലാവരിലും ഒരു മുദ്രയിടുക. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, നമുക്കങ്ങനെ മാമോദീസായിലൂടെ മുദ്രയിട്ട് തന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യില്ല? വേദനിപ്പിക്കില്ല. അല്ലേ? വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച പരിശുദ്ധാത്മാവ് വേദനിക്കും, മാറി നിന്ന് കരയും. പിന്നെയും വേദനിപ്പിച്ച, പാപം ചെയ്ത് വേദനിപ്പിച്ച പരിശുദ്ധാത്മാവിലെ പ്രാവിൻ്റെ ഒക്കെ കൂട്ടില് മുട്ട ഇങ്ങനെ ഇട്ടിരിക്കുക. പ്രാവേ, നമ്മൾ കയറി എടുക്കാൻ നേരത്തെ പ്രാവ് നമ്മളിങ്ങനെ നോക്കും. വീണ്ടും നമ്മൾ കൈ നീട്ടുമ്പോൾ പ്രാവ് കുറച്ച് പറന്ന് അങ്ങോട്ട് മാറിയിരിക്കും. പിന്നെയും നമ്മൾ പോയി ആ മുട്ട എടുത്ത് താഴോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രാവ് നമ്മളെ ദയനീയമായിട്ടൊന്ന് നോക്കും. പിന്നെ പറന്ന് ദൂരേക്ക് പോകും. നമ്മളൊരിക്കലും പ്രാവ് കൊത്താൻ വരികയോ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ നീ എന്തിനാടാ എൻ്റെ മുട്ട എടുക്കുന്നതെന്ന് ചോദിക്കുകയില്ല. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവാകുന്ന പ്രാവ്. പ്രിയപ്പെട്ടവരെ, നമ്മിലുള്ള പരിശുദ്ധാത്മാവ് നമ്മൾ വീണ്ടും പാപം ചെയ്ത് അനുസരണം കേട് കാണിച്ച് അശുദ്ധിയിൽ ജീവിച്ച് നമ്മൾ വീണ്ടും പാപം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവ്
ക്രമേണ മാറും, ഒതുങ്ങിത്തരും, അല്പം അകലെ മാറി നിൽക്കും. എന്നിട്ട് ഒരു ഗത്യന്തരവുമില്ലാതെ പരിശുദ്ധാത്മാവ് മെല്ലെ നമ്മിൽ നിർവീര്യമാകും. പറന്നു പോകില്ല, നിർവീര്യമാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുതെന്ന് പറയാം. അതിന് കാരണം എന്താണെന്നറിയാമോ? അതിൻ്റെ തൊട്ടു മുമ്പിലുള്ള വാക്യം ഒന്ന് വായിച്ചേ, 29-ാം വാക്യം. എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ പരിശുദ്ധാത്മാവ് ദുഃഖിക്കാനുള്ള കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. അതാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കാനുള്ള കാരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് എന്ത് പുറപ്പെടരുത്? തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. ചിലര് നാക്കെടുത്താ നുണ, നാക്കെടുത്താ ചീത്ത, നാക്കെടുത്ത ശാപം, അവരെന്തെങ്കിലും പറഞ്ഞാൽ ദുരുപദേശം, അവർ പറഞ്ഞ ഭിന്നത, അവർ പറഞ്ഞ അടി, അവർ പറഞ്ഞ കുറ്റം. നാവിൻ്റെ ദുരുപയോഗമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കാനുള്ള കാരണം. അടുത്ത വചനം വായിച്ചേ, എന്നോട് ചേർന്ന് 29-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുകയും. നന്മ പറയാൻ പറ്റിയാൽ പരിശുദ്ധാത്മാവിന് സന്തോഷം. ഒരാളുടെ നന്മ പറയാൻ കുറവുകളുണ്ട്, പക്ഷെ നമ്മൾ അറിയാതെ അങ്ങ് കുറവ് പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. നമ്മൾ കെട്ട വർത്താനം പറയാൻ, നമ്മൾ ആളുകളുടെ കുറവുകൾ മാത്രം, കുറ്റം മാത്രം പറയാണ്, അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ദുഃഖിക്കും. ഹല്ലേലൂയ. ദുഃഖിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ ഒരു ഇരടി പാടി, ദൈവത്തിൻ്റെ ആത്മാവേ എന്നോട് പൊറുക്കണമേ, അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങേ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്നേഹം അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ, ഇനി ഞാൻ കുറ്റം പറയാതെ ജീവിക്കാമേ എന്ന് പരിശുദ്ധാത്മാവിനോടൊന്ന് പറയാമോ? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. ഉറക്കെ പാടാമോ? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ, ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണം, അളവില്ലാതെന്നിൽ നിറയണമേ. പറയാമോ? ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വീണ്ടും ഇപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. പരിശുദ്ധാത്മാവിന് വികാരങ്ങളുണ്ട്. വീണ്ടും ഹെബ്രായർക്കുള്ള ലേഖനം 10-ാം അധ്യായം 29-ാം വാക്യം വായിക്കാമോ? ഹെബ്രായർ 10-29 വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവിനെ അപമാനിക്കരുത്. വായിച്ചേ. ദൈവപുത്രനെ പുച്ഛിച്ച് തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അവമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ, കൃപയുടെ ആത്മാവിനെ അപമാനിക്കുന്നവരുണ്ട്. ഒരു വ്യക്തിയാണ് നമ്മൾ അപമാനിക്കുന്നത്, അല്ലേ? അവനെ മോശപ്പെട്ട ഭാഷ പറഞ്ഞ് പുറം കൈകൊണ്ടൊക്കെ തരും, പൊടാ പൊടാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു വിടത്തില്ലേ? അപമാനിച്ച് നേരത്തിനാണ് വന്നേ, എന്നെ വിളിച്ചില്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞിങ്ങനെ അപമാനിക്കുക. അങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന വിഷമം പോലെ
പരിശുദ്ധാത്മാവിനും വിഷമമുണ്ടാവും. നമ്മൾ രാവിലെ കർത്താവിനെ ഇങ്ങോട്ട് വിളിക്കും, പരിശുദ്ധാത്മാവേ വരണേ. രാവിലെ കുർബാനയ്ക്ക് നമ്മൾ വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിക്കും. പരിശുദ്ധാത്മാവ് പാവം വരും. പള്ളി നമ്മോട്ട് ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനെ കണ്ട ഭാവമില്ലാത്ത രീതിയിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ അപമാനിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ സ്വഭാവം അങ്ങ് മാറും. അങ്ങനെ മാറുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ അപമാനിക്കുകയാണ്, ഇൻസൾട്ട് ചെയ്യാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവിനെ അപമാനിക്കരുത്. കാരണം അതൊരു വ്യക്തിയാണ്, സങ്കടപ്പെടും. പരിശുദ്ധാത്മാവ് കരയും, വിഷമിക്കും. വീണ്ടും പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ കാര്യം ഇച്ഛാശക്തിയുള്ള ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കുന്ന ആത്മാവ്. അപ്പം നോക്കി, പരിശുദ്ധാത്മാവ് യുക്തി വിചാരം നടത്തുന്ന ആളാണ്. നമുക്ക് വേണ്ടി യുക്തി ചിന്തിക്കും, നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തി നമുക്ക് നന്മയായിട്ടുള്ളത് ദൈവത്തിൽ നിന്ന് നേടിത്തരുന്ന, നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവ്. 2 വികാരങ്ങളുള്ള ദൈവത്തിൻ്റെ ആത്മാവ്. 3 ഇച്ഛാശക്തി. 1 കൊരിന്തോസ് 12:11 കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഉറക്കെ വായിക്കാമോ? തന്റെ ഇച്ഛാശക്തിക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. പരിശുദ്ധാത്മാവ് തൻ്റെ ഇച്ഛാശക്തിക്കനുസരിച്ചാണ് ഓരോരുത്തർക്കും അനുഗ്രഹങ്ങൾ തരുന്നത്. എനിക്ക് തന്ന അനുഗ്രഹമല്ല ഇവിടെ ഇരിക്കുന്ന ജുവലിന് കൊടുത്തിരിക്കുന്നത്. പിന്നൊരു പ്രത്യേക ബ്ലെസ്സിംഗ് ആണ്. ആ അനുഗ്രഹമല്ല ജോണിന് കൊടുത്തിരിക്കുന്നത്, അതല്ല ബേസിലിന്, അല്ലേ? ഓരോരുത്തർക്കും പ്രത്യേക. ലിയായിക്ക് കിട്ടിയ അനുഗ്രഹമല്ല ജോസിനായി കിട്ടിയിരിക്കുന്നത്. ആ ഓരോരുത്തർക്കും പ്രത്യേക. അത് ആരാ തന്നെന്നറിയാമോ? പരിശുദ്ധാത്മാവ് തൻ്റെ ഇച്ഛാശക്തിക്കൊത്ത് പരിശുദ്ധാത്മാവ് തീരുമാനിക്കും, നീ ഇന്ന വീട്ടിൽ താമസിക്കുക, നീ ഇന്ന ജോലി ചെയ്യുക, നീ ഇന്ന ആളിനെ വിവാഹം കഴിയും. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഇച്ഛാശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് തീരുമാനമെടുത്ത് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തീരുമാനം തെറ്റുമോ? ദൈവത്തിൻ്റെ തീരുമാനം തെറ്റില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചാലുണ്ടല്ലോ, കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് ഈ തീരുമാനങ്ങൾ എടുത്ത് നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഈ വ്യക്തി എന്ന നിലയിൽ നമ്മൾ കൂടെ കൊണ്ട് നടക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തി. ഈ സന്തോഷം തോന്നി ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവേ 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 എന്ന് എപ്പോഴും പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവിനോട് കാര്യങ്ങൾ സംസാരിക്കും, പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കും, പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ ശ്രമിക്കും, പരിശുദ്ധാത്മാവ് പ്രചോദനം തന്നാൽ തള്ളിക്കളയുകയില്ല, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നതിൽ ഒരു സന്തോഷം ഉണ്ടാവും, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയ ചൊല്ലും, പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, നമ്മുടെ പ്രാർത്ഥനാ പുസ്തകത്തിലുണ്ട്. ഞാൻ ഞായറാഴ്ച പറഞ്ഞല്ലേ, ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ നിന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നീ കൊടുത്ത പരിശുദ്ധ റൂഹായി സകലത്തിലും അധികാരമുള്ള പുത്രസ്വീകാരത്തിൻ്റെയും അറിവിൻ്റെയും ശക്തിയുടെയും റൂഹായെ ഞങ്ങൾക്ക് തരണമേ. അവനെല്ലായ്പ്പോഴും ഞങ്ങളുടെ കൂടെ പാർക്കുമാറാകണമേ. അവൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന് ഞങ്ങൾ വിരോധിക്കപ്പെടുകയും വരുതേ. സർവ്വവ്യാപിയും സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നന്മകളുടെ ശ്രീഭണ്ഡാരവും ജീവൻ കൊടുക്കുന്നവനുമായ സത്യാത്മാവിനെ കൊണ്ട് ആശ്വസിപ്പിക്കുന്ന സ്വർഗീയ രാജാവേ, ഞങ്ങളുടെ നേരെ തിരിഞ്ഞ് ഞങ്ങളിൽ വസിക്കണമേ. സകല മലിനതകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആ പ്രാർത്ഥന അറിയാമോ? നമ്മുടെ പ്രാർത്ഥനാ പുസ്തകത്തിലുണ്ട് 3-ാം മണിയുടെ. അത് പ്രാർത്ഥിക്കണം. അത് വീട്ടിലൊക്കെ ആ പ്രാർത്ഥനാ പുസ്തകത്തിൽ ഒരു ബുക്ക് മാർക്കൊക്കെ വെച്ചിട്ട്, പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഞാൻ പറയാറുണ്ട്, ദ സൊല്യൂഷൻ ടു എവറി പ്രോബ്ലം ഇൻ ദിസ് വേൾഡ് ഈസ് ഹോളി സ്പിരിറ്റ്. ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളുടെ ഏക പരിഹാരം, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ്. ദുഃഖങ്ങൾ മാറാൻ ദൈവത്തിന്റെ ആത്മശക്തി നിറയണം. സങ്കീർത്തനം 77:10, അത്യുന്നതന്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം. എൻ്റെ സങ്കടത്തിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ ബൈബിളിൽ, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രകടമാകാത്തതാ. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. എന്നിട്ട് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ.
ഞാൻ എന്നോട് ചേർന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ആത്മാവ്, പഠിപ്പിക്കും. പലരും വന്നിട്ട് പറയും, എൻ്റെ കർത്താവെ തലേ കയറണില്ല, പഠിപ്പിക്കാൻ പഠിച്ചാൽ മനസ്സിലാകുന്നില്ല. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ പറഞ്ഞു പഠിക്കും. ഞാൻ ബാംഗ്ലൂർ ഒരു യുവജന ധ്യാനം നടത്തുമ്പോൾ ഒരു പയ്യൻ, അവൻ പറഞ്ഞു വന്നത് സാക്ഷ്യമാണ്. അവന് ഈ ആരാധനയുടെ ഇടയ്ക്ക് ഇങ്ങനെ എഴുതി കാണിക്കുകയാണ്. അവന് കണ്ണ് അടയ്ക്കുമ്പോൾ ജെയിംസ്, യാക്കോബിൻ്റെ ലേഖനമാണ്, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഏതോ ഒരു വാക്യം ഇങ്ങനെ എഴുതി കാണിച്ചു, യാക്കോബിൻ്റെ ലേഖനത്തിലൊരു വാക്യം. അവൻ ഇത് വന്നിട്ട് പറഞ്ഞു, ഇവൻ ഇന്ന് ജെയിംസ് 1 ഇങ്ങനെ കുത്തൊക്കെ ഇട്ടിട്ട് 14-5 അങ്ങനെ വാക്യമാണ് ഇങ്ങനെ എഴുതി കാണിക്കുന്നതെന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താണ് അത് ജെയിംസ്, നിൻ്റെ വീട്ടിൽ അങ്ങനെ പേര് വല്ലോണം? അങ്ങനെ പേരുള്ള ആരുമില്ല. അപ്പോൾ ഞാൻ പറയടാ, എന്നാൽ അത് യാക്കോബിൻ്റെ ലേഖനമാണ് പുതിയ നിയമത്തിൽ. നിൻ്റെ കയ്യിലുണ്ടോ പുസ്തകം? ഇല്ല. ഞാൻ കൊടുത്തു, വായിച്ചപ്പോൾ അവൻ പറഞ്ഞതാണ്, പരിശുദ്ധാത്മാവ് അവന് എഴുതി കാണിച്ചതാണ്, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ കർത്താവിനോട് ചോദിക്കട്ടെ, അവിടുന്ന് അത് നൽകും. ഈ പയ്യന് ഈ വാക്യം എഴുതി കാണിച്ച, ഇവന് ബൈബിൾ തുറന്നിട്ടുള്ള പയ്യനല്ല, ബാംഗ്ലൂർ യുവജന ധ്യാനത്തിന് പോയത്. അവൻ വന്നിരിക്കുന്നത് 10-16 സപ്ലി കൊണ്ടാണ്. അവൻ ബിടെക് കഴിയാൻ എഴുതിക്കൊണ്ടിരിക്കുക. പരീക്ഷയ്ക്ക് ജയിക്കാതെ അവന് ഒരു പ്രോബ്ലം പോലും സൊല്യൂഷൻ കണ്ടില്ലാത്തൊരു പയ്യനാണ്. അവൻ വന്നിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ ആ വചനം ഇങ്ങനെ എഴുതി കാണിച്ചു. അവൻ ആ വചനം വെച്ച് അവനോട് പറഞ്ഞു, നീ ഈ വചനം വെച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കും, ഇത് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അവൻ പ്രാർത്ഥിച്ചു. അവൻ പരീക്ഷണാർത്ഥം ആ ധ്യാനത്തിൻ്റെ ഒടുവിൽ, താമസിച്ചുള്ള ധ്യാനമായിരുന്നു, ഒരു ഹൗസിൽ 100-200ഓളം യുവജനങ്ങളെ കൊണ്ട് ഒന്നിച്ച് താമസിച്ച് 3 ദിവസത്തെ ധ്യാനമാണ്. വലിയ ശുശ്രൂഷയായിരുന്നു യുവജനങ്ങളുടെ. അവൻ അവസാനത്തെ ദിവസം പറഞ്ഞു, എന്നുവെച്ചാൽ ഈ പ്രോബ്ലംസ് ഒന്നും എനിക്ക് തലക്കറത്ത സംഭവമായിരുന്നു. ഇപ്പോൾ അവൻ്റെ മൊബൈലിൽ അവന് പ്രോബ്ലമൊക്കെ സൊല്യൂഷൻ ഇഷ്ടം പോലെയാണ്, അവന് ക്ലിയർ ചെയ്ത് കിട്ടുകയാണെന്ന് പറഞ്ഞു. ഇതെല്ലാം സത്യമാണെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ പഠിപ്പിക്കും. ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം വാക്യം വായിക്കാമോ? ലൂക്ക 12:12. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. എന്താണ് പറയേണ്ടത്? പരീക്ഷയ്ക്ക് എന്ന് എഴുതാനിരിക്കുക, എന്താണ് എഴുതേണ്ടത്? പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക. അപ്പോൾ ചോദിച്ചേക്കാം, അപ്പോൾ പിന്നൊന്നും പഠിക്കണ്ടേ? ഒന്നും പഠിക്കണ്ടല്ലോ, പരിശുദ്ധാത്മാവ് എല്ലാം പഠിപ്പിക്കുമല്ലോ. ആ അർത്ഥത്തിലാണോ ഇത്? അല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും. പരിശുദ്ധാത്മാവിനെ കൂടെ കൊണ്ട് നടന്നാൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് കിട്ടും. ഹല്ലേലൂയാ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഗ്രഹണ ശക്തി വർദ്ധിപ്പിക്കും. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് എല്ലാ സത്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു. ശ്രദ്ധിക്കണം, യേശു ക്രിസ്തു പൂർണ്ണ സത്യമാണ്. എല്ലാ സത്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു. ഈ യേശുക്രിസ്തു പറഞ്ഞ സത്യങ്ങൾ ഗ്രഹിക്കാൻ എല്ലാവർക്കും ഒരുപോലെ അല്ല കഴിവ്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഇത് ഗ്രഹിക്കാനുള്ള കഴിവ് കിട്ടും. ആവർത്തിക്കാം, പരിശുദ്ധാത്മാവ് യേശു പറഞ്ഞ പൂർണ്ണമായ സത്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് തരും, പഠിപ്പിച്ചു തരും. ഇതിൻ്റെ അർത്ഥം ഇതാടാ, ഇന്നതാടാ ഈ കാര്യം. നമ്മൾ തെറ്റിപ്പോവുകയല്ല, പരാജയപ്പെടില്ല. ഹല്ലേലൂയാ. ഒരിക്കൽ കൂടി നമുക്ക് ഇരടി പാടി ഒന്ന് പ്രാർത്ഥിച്ചാലോ? ദൈവത്തിൻ്റെ ആത്മാവേ, കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഒരു കഴിവ് തരണേ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ പൂർണ്ണമായി ഗ്രഹിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പാളിപ്പോകുന്നത്. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല, ശരിയത് തെറ്റതെന്ന് മനസ്സിലാകുന്നില്ല, സ്വർഗമേത് നരകമേത് എല്ലാം ഒരുപോലൊക്കെ ഇരിക്കുന്നു. ഏതാണ് ചെറിഞ്ഞെടുക്കേണ്ടതെന്ന് അറിയാം, കൺഫ്യൂഷനാണ്. ആശയക്കുഴപ്പത്തിൻ്റെ ഒരു ദുരാത്മാവ് തലക്കറി പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് വെറുതെ ഇതൊക്കെ വേണമായിരുന്നോ, ഈ കല്യാണം വേണമായിരുന്നോ, ഈ ജോലി തിരഞ്ഞെടുക്കണമായിരുന്നോ, ഈ വീട് പണിയണമായിരുന്നോ, ആകെപ്പാടെ അഴകൊഴാന്നാവും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കും. ഒരു വചനം കൂടെ പഠിക്കാം. 1 കൊറിന്തോസ് 2:13 വാക്യം. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 13 വാക്യം. തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിന്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിന്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി
ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളെ കുറിച്ച് പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം സ്വീകരിച്ച ആളുകൾക്ക് പരിശുദ്ധാത്മാവ് തരുന്ന വ്യാഖ്യാനം നൽകി വ്യാഖ്യാനിക്കുകയാണ്. എന്നോട് വായിച്ച വചനം, തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിന്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല. ഇതൊരു അറിവിന്റെ വലിയ വാഗ്ധോരണിയൊന്നുമല്ല. ഇത് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാപ്പടം പഠിച്ചിട്ട് പറയുന്നതല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നേ? ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കും. ഞാൻ നിങ്ങളോട് ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ അല്പനേരം ഈശോയുടെ മുമ്പിൽ ആരാധനയ്ക്ക് ഇരിക്കും, അല്പനേരം വചനം ഒരുങ്ങാൻ വേണ്ടിയിട്ട് മുറിയിലിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് ചില കാഴ്ചപ്പാടുകൾ തരും, അത് വായിക്കും. അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ആത്മാവ് പഠിപ്പിച്ച കാര്യങ്ങൾ, ഇത് ആർക്ക് വേണ്ടി കൊടുക്കും? ആത്മാവിന്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവിന്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് മാത്രമേ ഇത് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവരുണ്ടല്ലോ, ഇത് കേൾക്കും, മനസ്സിലാകത്തില്ല, ഗ്രഹിക്കുകയല്ല. ഈ ആത്മാവിന്റെ ദാനങ്ങൾ പ്രാപിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നത്. മാമോദീസായിലൂടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് ഇത് ഗ്രഹിക്കാൻ കാതുകൾ തുറന്നു തരും, കണ്ണ് തുറന്നു തരും, ഹൃദയം തുറന്നു തരും. അവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞു ഹല്ലേലൂയ. വീണ്ടും ഈ പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു പ്രവർത്തനമാണ് നയിക്കുന്ന ആത്മാവ്. ഈ കാര്യം കൂടെ, രണ്ട് കാര്യങ്ങൾ കൂടെ കണ്ടു നിർത്താം. നയിക്കുന്ന ആത്മാവ്, അതാണ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. യോഹന്നാൻ 16-ന്റെ 13-ാം സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ശ്രദ്ധിച്ചു കേൾക്കണേ. അതായത് നമുക്ക് മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ കിട്ടി, നമ്മൾ യേശുവിലുള്ള വിശ്വാസം നമുക്ക് ഉറയ്ക്കുന്നു. പക്ഷേ ഒരുപാട് രഹസ്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ആത്മീയ രഹസ്യങ്ങൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് നമ്മുടെ ആളുകൾ വന്ന് ചോദിക്കുന്നത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? നമ്മൾ പറയണം, നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല, നമ്മൾ രക്ഷയുടെ പ്രക്രിയയിലാണ്, അതിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലാണ്. കാരണം ഈ രക്ഷ എന്നതിന്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ, ഇപ്പൊ ബൈബിൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? വചനം പറയുന്നത് എന്താണ്? സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കും. ആത്മാവ് നമ്മളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്നാണ് ബൈബിൾ വചനം. പൂർണ്ണതയിൽ എത്തിച്ചേർന്നു എന്നല്ല, രക്ഷിക്കപ്പെട്ടു എന്നല്ല, നമ്മൾ ആ പ്രക്രിയയിലാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് അവൻ ജനിച്ചത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് അവൻ ജനിച്ചത്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജനിച്ച യേശു ജോർദാന്റെ തീരത്ത് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ജനം വന്ന് അവനോടൊപ്പം നിൽക്കെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രാർത്ഥനയുടെ ഒടുവിൽ എന്താ സംഭവിച്ചത്? സ്വർഗം തുറക്കപ്പെട്ടു, ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. അപ്പൊ അവൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? പരിശുദ്ധാത്മാവിന് വേണ്ടി. പരിശുദ്ധാത്മാവിൽ ജനിച്ച യേശു പിന്നെ എന്തിനാ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചേ? ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ അവസ്ഥ. മാമോദീസായിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാലാണ് ജനിക്കുന്നത്. പക്ഷേ ഈ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു എന്നതുകൊണ്ട് നമ്മൾ രക്ഷയുടെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. രക്ഷയുടെ പൂർണ്ണത, സത്യത്തിന്റെ പൂർണ്ണത പരിശുദ്ധാത്മാവ് നമ്മളെ കാലങ്ങളായി പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും എന്ന് പറയുക. നയിക്കും. പലരും പല പരിപാടികളും പാതി വഴിക്ക് ഇട്ടേച്ച് പോകുന്നതിൻ്റെ കാര്യം എന്താ? ചിലരങ്ങോട്ട് തുടങ്ങി വെക്കും, പൂർത്തീകരിക്കുകയല്ല. ചിലർ നന്നായിട്ട് അങ്ങോട്ട് ആവേശത്തോടു കൂടി ടൈം ടേബിളൊക്കെ എഴുതി പഠിക്കാൻ തുടങ്ങും. ഒരു മാസത്തിനുള്ളിൽ ടൈം ടേബിളും വെച്ച് പൂട്ടും, പഠിത്തം തകടങ്ങുന്നു, തീർന്നു. ചില ബിസിനസ്സൊക്കെ ഇങ്ങോട്ട് ആവേശത്തിൽ തുടങ്ങും. ചിലർ ഈ കല്യാണം പിള്ളേർക്ക് വേണ്ടി ആലോചിക്കുമ്പോൾ ആ വീട്ടുകാരോടൊക്കെ സ്നേഹം, കല്യാണത്തിന് മുമ്പ് എന്നാ സ്നേഹമാണെന്നറിയോ, എന്നാ വിളിയാന്നറിയോ. കല്യാണം കഴിഞ്ഞ 2 മാസം കഴിയുമ്പോൾ പിന്നെ വിളിയില്ല, മിണ്ടാട്ടമില്ല, വഴക്കായി, പിന്നെ കുറ്റം പറച്ചിൽ. ഈ പാതി വഴിക്ക്
കാര്യങ്ങൾ നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാം എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ നയിക്കാൻ ഈ ആത്മശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ നയിച്ചാലുണ്ടല്ലോ അത് പൂർണ്ണതയിലെത്തും. വിശ്വസിക്കുന്നവർ പറ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായത്തിന്റെ 23-ാം വചനം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്നു മാത്രം എനിക്കറിയാം. പൗലോസ്ലീഹ പറയാണ്, പരിശുദ്ധാത്മാവ് എൻ്റെ കാര്യത്തിൽ, ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ, ഒരു നഗരത്തിൽ ചെല്ലുമ്പോൾ, പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ, ഒരു പള്ളി ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെയാണ് എനിക്ക് ഒരുക്കിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് പറയും. ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനൊരു കൃപയൊക്കെ കിട്ടും. എന്തല്ലേ ഇങ്ങനൊരു കൃപ! ഈ വർഷം എനിക്ക് എത്ര A+ കിട്ടും? ഈ വർഷം എനിക്ക് എത്ര % കിട്ടും? ഈ ജോലി എനിക്ക് ഈ ജോലി തന്നെ കിട്ടും. പരിശുദ്ധാത്മ കൃത്യമായിട്ട് പറഞ്ഞു തരുമെന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ഒരു ആത്മനിറവ് നമ്മൾക്ക് പ്രാപിക്കണം. ഇതിനാണ് പെന്തക്കോസ്ത്. അപ്പോൾ നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, കൂടാതെ വീണ്ടും പറയുന്നുണ്ട് നമ്മളെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് സമാശ്വാസം നൽകും. ചിലവരുടെയൊക്കെ മനസ്സ് മുറിഞ്ഞ് ചില മരണങ്ങളൊക്കെ ഉണ്ടല്ലോ, താങ്ങാനാവാതെ പലരും തളർന്നു കഴിയുന്നുണ്ട്. സ്വർഗത്തിൻ്റെ സമാശ്വാസമല്ലാതെ ഒരാശ്വാസം കിട്ടില്ല. ചിലർക്ക് വളരെ പെട്ടെന്ന് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്താ പറയുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ആശ്വാസം കൊടുക്കുന്ന, അവർ പോലും അറിയാതെ അവരുടെ ഹൃദയങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് കൃത്യമായി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അവാച്യമായ നെടുവീർപ്പുകളാൽ വേണ്ടും വിധം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ പോലും അറിയാത്ത പൊട്ടന, പ്രാർത്ഥിക്കാൻ പോലും അറിയാത്ത പൊട്ടിയ ഒരു പോഴന, പ്രാർത്ഥിക്കാൻ പോലും അടിസ്ഥാന കാര്യമാണ്. പക്ഷെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടഞ്ഞാൽ കഴിയും. ആരെങ്കിലും പ്രാർത്ഥിക്കട്ടെന്ന്, ഒരു പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ, പേടിച്ചിങ്ങനെ ഇരിക്കും. ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വ്യക്തി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രിയപ്പെട്ട പൈതലാണെങ്കിലുണ്ടല്ലോ, അവാച്യമായ ഒരു നെടുവീർപ്പ് ഇങ്ങോട്ട് വരും. സ്വർഗത്തിന് ഇഷ്ടമുള്ള ഒരു കണ്ണുനീര് ഇങ്ങോട്ട് വരും. ആ പ്രാർത്ഥനയുടെ ശക്തിയിൽ അവിടെ ഉള്ള സകലരും അനുഗ്രഹിക്കപ്പെടും. അവാച്യമായ നെടുവീർപ്പുകൾ നമുക്ക് വേണ്ടി മാധ്യസ്ഥ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം, ആ വചനം ഒന്ന് വായിച്ചിട്ട് നമുക്ക് നിർത്താം. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നമ്മുടെ ആത്മീയ മണ്ഡലം ഏറ്റെടുക്കും. വായിക്കാമോ? റോമർ 8:26. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഇനി നിങ്ങൾ തീരുമാനിക്കണം, എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനെ എനിക്ക് വേണോ വേണ്ടായോ? ഈ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കണം. ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഏക പരിഹാരം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവാത്മാവിനെ കൂടെ കൊണ്ട് നടക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് നമുക്ക് മനസ്സിലാകുകയില്ല, പക്ഷേ ദൈവം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നില്ല. ബാക്കിയൊക്കെ നമുക്കൊരാവേശമായി മാറും, വലിയൊരു ആവേശം തോന്നും, പക്ഷെ ഒരിക്കൽ പോലും നമുക്ക് സമാധാനം ഉണ്ടാവുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ശാശ്വതമായ വഴിയിലൂടെ നമ്മളെ നയിക്കുക, നമ്മളെ സൗഖ്യപ്പെടുത്തുക, നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ ശേഷിച്ച 10 മിനിറ്റ് സമയം കൃപ നിറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കണം. എന്നിൽ ദൈവത്തിൻ്റെ ചൈതന്യമേ വന്ന് എന്നിൽ നിറഞ്ഞ, എന്നിലുള്ള ആത്മാവെ എന്നിൽ ജ്വലിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം.